ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ഉള്ളം തെളിഞ്ഞതാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ തെളിഞ്ഞതായിട്ട് നമുക്ക് അനുഭവമാകും. നമ്മുടെ വീട്ടിൽ നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിൽ എവിടെ ചെന്നാലും അതേ സമാധാനം നമുക്കുണ്ടാവും. അതാണ് അന്ധക്കരണം ശീതളമായാൽ, നമ്മുടെ മനസ്സ് ശീതളമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ശീതളമായി നമുക്ക് അനുഭവമാകും. നമ്മുടെ മനസ്സ് തപിച്ചാണിരിക്കുന്നതെങ്കിൽ എല്ലായിടത്തും നമുക്ക് താപം ഉള്ളതായി അനുഭവപ്പെടും. മനസ്സെങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യൻ. അതിനാൽ ആ മനസ്സിനെയാണ് നാം ശുദ്ധീകരിക്കേണ്ടത്. അതിനാൽ ഒരു കവി പറയുകയാണ്, ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ ഉന്മതാനെന്നു തെളിഞ്ഞുണരും. അർപ്പിതാഭാവാനുവർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം. അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മനസ്സാകുന്ന ദർപ്പണത്തെ, കണ്ണാടിയെ ശുദ്ധമാക്കി വെച്ചാൽ അതിൽ നോക്കുന്ന നമുക്ക് ഛായ വളരെ വ്യക്തമായി പ്രതിഫലിക്കും. ദർപ്പണം നന്നായാൽ മുഖത്തുള്ള അഴുക്കിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ദർപ്പണത്തിൽ അഴുക്കുണ്ടായാൽ അതിലൊരിക്കലും ശരിയായ ഛായ പ്രതിഫലിക്കുകയില്ല. ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ, നമ്മുടെ മനസ്സിനെ മഥനം ചെയ്ത് അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് വേണ്ടാത്തതിനെയൊക്കെ കളഞ്ഞ് വേണ്ടതിനെ നിലനിർത്തി നാം ആ പരമാത്മസത്തയിലേക്ക് തിരിച്ചു വിട്ടാൽ, അതാണ് ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉള്ളതായത് എന്താണോ അതിനെ ബോധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ മനസ്സിനെ മഥിച്ചാൽ മാത്രമേ, മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി അതിനെ നേർവഴിയിലേക്ക് തിരിച്ചു വിടുമ്പോൾ മാത്രമേ നമുക്ക് ഉള്ളതെന്തോ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ ഉന്മതാനെന്നു തെളിഞ്ഞുണരും. ആ ഉണ്മയെ കണ്ടെത്തി കഴിയുമ്പോൾ ഈ ഞാൻ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഉണ്മയാണ് എന്ന് നമുക്ക് ബോധ്യം വരും. നാം എന്താണ് എന്ന് ബോധ്യം വരണമെങ്കിൽ അതിനെ കണ്ടെത്തണം. ആ ഉള്ളത്തെ ഉന്മതിച്ചുകൊണ്ട് നമ്മുടെ ആ ഉണ്മയെ കണ്ടെത്തുമ്പോൾ ആ പറയപ്പെട്ട ഉണ്മയാണ് നാം ഓരോരുത്തരും. നാം അതിൽ നിന്നും വിഭിന്നരല്ല. അതാ ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ ഉന്മതാനെന്നു തെളിഞ്ഞുണരും. അർപ്പിതാഭാവാനു വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം. അതിന് നമുക്ക് നമ്മുടെ മനസ്സാകുന്ന ദർപ്പണത്തെ വൃത്തിയാക്കണം. എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? അർപ്പിതാഭാവാനു വർത്തിയായി, ഭാവാനുവർത്തിയായി, അർപ്പിത ഭാവാനുവർത്തിയായി നമ്മെ തന്നെ ആ സർവേശ്വരനെ സമർപ്പിക്കുന്ന ഭാവത്തോടുകൂടി ഇരുന്നാൽ മനസ്സാകുന്ന ദർപ്പണം ശുദ്ധീകരിക്കപ്പെടും. അവിടെ പിന്നെ എൻ്റേതെന്നോ ഞാനെന്നോ ഇല്ല. അവിടെ ഭഗവാനെന്നും ഭഗവാന്റേതെന്നും ഉള്ള ഭാവമാണ് നമ്മളിൽ പ്രകടമാകുന്നത്. അർപ്പിതാഭാവാനു, തന്നെ തന്നെ അർപ്പിക്കണം. നാം നമ്മുടേതായ എന്തെങ്കിലും അർപ്പിക്കുമ്പോൾ, ഭഗവാൻ അർപ്പിക്കുമ്പോൾ, പലരും നാമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നാം എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കും. ആടിനെ സമർപ്പിക്കും, കോഴിയെ സമർപ്പിച്ചു എന്ന് വരാം. അതുപോലെ ക്ഷേത്രങ്ങളിലേക്കാണെങ്കിൽ സംഭാവനകൾ കൊടുക്കും, തുലാഭാരം തൂക്കും. തുലാഭാരം തൂക്കുന്നത് എന്താ? ഭഗവാന് എന്നെ തന്നെ കൊടുക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ എൻ്റെ തൂക്കത്തിന് കുറച്ച് പഴമോ മലരോ അവിലോ നെല്ലോ കൊടുക്കുന്നതല്ല വാസ്തവത്തിൽ തുലാഭാരം. എന്നെ തന്നെ ഭഗവാനെ
സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അർപ്പിതമായി തനോ അർപ്പിതമായി അർപ്പിത ഭാവാനു വർത്തിയായി അർപ്പിത ഭാവത്തോടുകൂടി ഭഗവാന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മനസ്സാവുന്ന ദർപ്പണം ശുദ്ധമായി തീരും. അത്തരത്തിലുള്ള ഒരു മനസ്സിലാണ് ഈ ഉണ്മ കണ്ടെത്തുന്നത്. ആ മഥനം എന്ന് പറയുന്നത് ഇതാണ്. അർപ്പിതം അർപ്പിത ഭാവാനു അർപ്പിത ഭാവത്തോടുകൂടി തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കലാണിവിടെ മഥനം എന്ന് പറയുന്നത്. ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ, നമ്മുടെ ഉള്ളത്തെ ഉന്മതിച്ച് ഉണ്മ കണ്ടെത്തിയാൽ ഉന്മതാനെന്നു ഉണ്മയാണ് നാം ഓരോരുത്തരും എന്ന് തെളിഞ്ഞ് ഉണരും. ഇപ്പോൾ ആരും ഉണർന്നിട്ടില്ല. നാം എല്ലാം ഇപ്പോൾ ഒരു ദീർഘമായ നിദ്രയിലാണ്, അല്ലെങ്കിൽ ദീർഘമായ ഒരു സ്വപ്നത്തിലാണ് നമ്മൾ. ആ നിദ്രയിലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഇതെല്ലാം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലെയാണ്. അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണ്. വാസ്തവത്തിൽ ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകിൽ ഉന്മതാനെന്നു തെളിഞ്ഞുണരും. അർപ്പിത ഭാവാനു വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം. നമ്മുടെ മനസ്സാകുന്ന ദർപ്പണം നന്നായി തുടച്ചു വെച്ചാൽ ആ ദർപ്പണത്തിൽ നമുക്ക് ഈശ്വരൻ പ്രതിഫലിക്കും. അതിൻ്റെ ശുദ്ധതയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഈ ബാഹ്യവിഷയങ്ങളിൽ എത്ര അന്വേഷിച്ചാലും നാം പ്രതീക്ഷിക്കുന്ന സമാധാനം, അല്ലെങ്കിൽ സംതൃപ്തി, അല്ലെങ്കിൽ സന്തോഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയില്ല. തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമാർത്ഥ സത്യത്തെ നാം ബോധിക്കുമ്പോൾ നമുക്ക് തൻ്റെ സ്വരൂപസ്മൃതി ഉണ്ടാവുകയും പരിപൂർണ സംതൃപ്തി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിത്യേന മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഉള്ളത്തെ ഉന്മതിച്ചുണ്മ കണ്ടെത്തുകൾ ഉന്മതാനെന്നു തെളിഞ്ഞുണരും. അർപ്പിത ഭാവാനുവർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം.